നമസ്കാരം. സ്ട്രെസ്സും സമയവും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ എങ്ങനെ കുറച്ചുകൂടി ശാന്തതയും വ്യക്തതയും കണ്ടെത്താം? നമുക്ക് ഒരുമിച്ച് ആ യാത്ര തുടങ്ങാം. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെല്ലാം ശരിയായിട്ട് തന്നെയാവും ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ജീവിതം എപ്പോഴും ഒരു ഓട്ടപ്പാച്ചിൽ പോലെ തോന്നുന്നത്? അപ്പോൾ നമ്മളെ മിക്കവാറും പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഒരു സൈഡിൽ നോക്കിയാൽ നമ്മൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു കുറവും വരുത്താതെ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ സൈഡിലോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥിരം കൂട്ടുകാരനെ പോലെയായി. സമയം അത് എത്രയുണ്ടേലും തികയാത്തൊരവസ്ഥ, ശരിയല്ല? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും എന്താ ഇതിന്റെ കാരണം? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് പോയി നോക്കാം. ഉത്തരം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരുപാട് നേരം ജോലി ചെയ്യണം, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം, പൈസയുടെ കാര്യങ്ങളിലുള്ള ടെൻഷൻ, പോരാത്തതിന് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഫോണും സോഷ്യൽ മീഡിയയും. ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മുടെ മനസ്സിന് എവിടെയാ ഒന്ന് ശ്വാസം വിടാൻ നേരം? ശരിക്കും ഒരു റിക്കവറി കിട്ടുന്നില്ല. നമ്മൾ ഈ പ്രശ്നത്തെ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സമയത്തിന്റെ ഒരു പ്രശ്നമേ അല്ല. അതേപോലെ ഇത് നിങ്ങളുടെ മനക്കരുത്തിന്റെയോ വിൽശക്തിയുടെയോ കുറവുകൊണ്ടുമല്ല. ഞാൻ കുറച്ചുകൂടി ശ്രമിക്കണമായിരുന്നു എന്നു പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്നത് ദയവായി നിർത്തുക. കാരണം പ്രശ്നം അതല്ല. സത്യത്തിൽ ഇതൊരു ഹ്യൂമൻ പെർഫോമൻസ് പ്രശ്നമാണ്. അതായത് നമ്മളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിലുള്ളൊരു പ്രശ്നം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഊർജം ഇതെല്ലാം ഒരുമിച്ച് പോകുന്നതിലെ ഒരു താളപ്പിഴ. അപ്പോൾ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കാം. 1. എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് ഭാരം കൂടിയിരിക്കുന്ന നമ്മുടെ തലച്ചോർ. 2. എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ എടുത്തുചാടി പ്രതികരിക്കുന്ന നമ്മുടെ ഒരു സ്വഭാവം. ഇതിനെല്ലാം കാരണമെന്താ? നമ്മുടെ വികാരങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് പരിശീലനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥ വില്ലന്മാർ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു പുതിയ സമീപനമാണ്. പുറത്തുള്ള കാര്യങ്ങൾ മാറ്റാൻ നോക്കുന്നതിനു പകരം നമ്മുടെ ഉള്ളിലുള്ള സിസ്റ്റത്തിനെ, അതായത് നമ്മളെ തന്നെ ഉള്ളിൽ നിന്ന് ട്രെയിൻ ചെയ്തെടുക്കുക. ഈ പറയുന്ന അപ്രോച്ച് വെറും 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ശരിയാക്കാനുള്ള കുറച്ച് ടിപ്സോ ഹാക്കുകളോ അല്ല. ഇത് അതിനേക്കാൾ ആഴത്തിലുള്ള ഒന്നാണ്. ആരാണോ ഈ സ്ട്രെസ് അനുഭവിക്കുന്നത്, ആരാണോ ഈ സമയം കൈകാര്യം ചെയ്യുന്നത്, ആ സിസ്റ്റത്തിനെ, അതായത് നമ്മളെ തന്നെ മൊത്തത്തിൽ പരിശീലിപ്പിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ എന്താണ് ഈ നമ്മുടെ ഉള്ളിലുള്ള സിസ്റ്റം? ഒന്നുമില്ല, നമ്മുടെ തലച്ചോറ്, ശരീരം, പിന്നെ നമ്മുടെ പെരുമാറ്റം. ഇത് മൂന്നും തമ്മിലുള്ളൊരു കണക്ഷൻ. ഈ മൂന്നും ചേർന്നാണ് നമ്മൾ ഓരോ നിമിഷവും എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് ഈ സിസ്റ്റത്തിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് മനസ്സിലാക്കാം. ഒന്നാമത്തത് തലച്ചോറ്, നമ്മുടെ ചിന്തകളിൽ ഒരു വ്യക്തത കൊണ്ടുവരണം. രണ്ടാമത്തത് ശരീരം, നമ്മുടെ എനർജി എങ്ങനെ ശരിയായി ഉപയോഗിക്കാം, എങ്ങനെ റീചാർജ് ചെയ്യാമെന്ന് പഠിക്കണം. മൂന്നാമത്തത് നമ്മുടെ പെരുമാറ്റം, നമുക്ക് ഗുണം ചെയ്യുന്ന നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് തുടർന്നു കൊണ്ടുപോകണം. ഇത് നേടിയെടുക്കാനുള്ള നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെ മോഡലാണ് കോമ്പറ്റൻസി മോഡൽ. ഇതിൽ 3 കാര്യങ്ങളുണ്ട്. 1. അറിവ്. സ്ട്രെസ് യഥാർത്ഥത്തിൽ എന്താണെന്നും അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്നും ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കുക. 2. കഴിവുകൾ. ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുമുള്ള പ്രാക്ടിക്കൽ സ്കിൽസ്. 3. മനോഭാവം. ഏത് പ്രശ്നം വന്നാലും അതിനെ ശാന്തമായി നേരിടാനുള്ള ഒരു പുതിയ ആറ്റിറ്റ്യൂഡ്. ശരി, ഈ ടൂൾസൊക്കെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് പെർഫോമൻസ് സിസ്റ്റം. നമ്മുടെ തലച്ചോറിലെ നെർവസ് സിസ്റ്റത്തിനെ ശാന്തമാക്കാൻ പഠിക്കുമ്പോൾ അനാവശ്യ ടെൻഷൻ കുറയും. ശരീരത്തിലെ ഊർജ്ജം എങ്ങനെ സംരക്ഷിക്കണമെന്നും വിശ്രമിക്കണമെന്നും പഠിക്കും. അതുപോലെ നമ്മുടെ പെരുമാറ്റം. പെട്ടെന്ന് ദേഷ്യം വന്ന് പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് നിർത്തി ആലോചിച്ച് ശാന്തമായി മറുപടി പറയാൻ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലുള്ള സിസ്റ്റം ബാലൻസ്ഡ് ആവുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ആ ശാന്തതയിലേക്കുള്ള വഴി എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു വ്യക്തതയുണ്ടാകും. ഒരു കൺഫ്യൂഷനുമില്ലാതെ കാര്യങ്ങൾ കാണാൻ പറ്റും. നല്ല പ്രഷറുള്ളൊരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് ശാന്തമായിട്ട് നിൽക്കാൻ പറ്റും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകാതെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് സ്ട്രെസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഇതിനെല്ലാം മുകളിലായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നൊരു തോന്നൽ തിരികെ വരും. ആ ഒരു ആത്മവിശ്വാസം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരുപാട് കാര്യങ്ങൾ വെപ്രാളപ്പെട്ട് ഓടി നടന്ന് ചെയ്യുന്നതിലല്ല കാര്യം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തതയോടെയും മനസ്സമാധാനത്തോടെയും ചെയ്യുന്നതിലാണ്. ഈ മാറ്റത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇത് വെറും പുസ്തകത്തിൽ വായിക്കുന്ന അറിവല്ല. ഇത് നമ്മുടെയെല്ലാം ജീവിതത്തിന്, നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക്
ചേരുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. അപ്പോ ഈ പ്രോഗ്രാം ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ്? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? നിങ്ങൾ എപ്പോഴും പ്രഷറടിച്ച് ജോലി ചെയ്യുന്നൊരു പ്രൊഫഷണലാണോ? അല്ലെങ്കിൽ പുറമെ ആരും കാണാത്ത ഒരുപാട് സ്ട്രെസ്സും ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുന്ന ഒരാളോ ആണോ? അതുമല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടി ശാന്തതയും വിജയവും ആഗ്രഹിക്കുന്ന, സ്വയം മെച്ചപ്പെടാൻ താൽപ്പര്യമുള്ള ഒരാളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്കുള്ളത്. ഈ യാത്രയിൽ അടുത്ത പടി വയ്ക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ വെബ്സൈറ്റ് നോക്കുകയോ ചെയ്യാം. ഓർക്കുക, നമ്മുടെ മനസ്സുകൾ ഒരുമിക്കുമ്പോൾ അറിവുകൾക്ക് പുതിയ അർത്ഥങ്ങളുണ്ടാകുന്നു. നമ്മുടെ വളർച്ച പരസ്പരമാകുന്നു. ഇത്രയും നേരം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി.